കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ചാറ്റ്, ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. യുവതിയെ ഗർഭിണിയാക്കാൻ രാഹുൽ നിർബന്ധിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. രാഹുലിനെ ഇല്ലാതാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ പുറത്തുവരുന്ന വിവരങ്ങളെന്ന് ബിഗ് ബോസ് താരം അഖിൽ മാരാർ പറയുന്നു. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന ദിലീപ്, ബേഡൻ അടക്കമുള്ളവരെ ഉദാഹരണങ്ങൾ അഖിൽ മാരാർ ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെരുമാറ്റം ന്യായീകരിക്കാൻ സാധിക്കാത്തതാണെന്നും അഖിൽ മാരാർ പറയുന്നു. ഏത് വിധിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ലാതാക്കണം എന്ന ആരുടെയൊക്കെയോ ഉറച്ച തീരുമാനവും ഘട്ടം ഘട്ടമായി പുറത്തുവരുന്ന ശബ്ദ സംഭാഷണങ്ങളും ചാറ്റുകളും എന്ന് ബാധിക്കുന്നവർ അറിയാൻ. ദിലീപ്, വേടൻ, രാഹുൽ ഇവരൊക്കെയാണ് കേരളത്തിൽ ആഘോഷിച്ച സ്ത്രീ പീഡന വീരന്മാർ. ഇതിൽ നാളിതുവരെ ഒരു സ്ത്രീ പോലും പരാതി പറഞ്ഞിട്ടില്ലാത്ത പീഡനവീരനാണ് ദിലീപ്. അയാൾക്കെതിരെ പൊതുസമൂഹത്തിൽ മുന്നിലുള്ളത് പൾസർ സുനി എന്ന ക്രിമിനലിന്റെ പോലീസ് നൽകിയ ഒരു മൊഴി മാത്രമാണ്. ആ മൊഴി കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു. അന്നു മുതൽ ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ ഏറെക്കുറെ പലരും അതിൽ ആനന്ദം കണ്ടെത്തി. പൊതുപരിപാടിയിൽ അയാൾക്കൊപ്പം ഫോട്ടോ വന്നതിന്റെ പേരിൽ പോലും രാഷ്ട്രീയ നേതാക്കൾ പഴികേട്ടു. നാളിതുവരെ ഇരയാക്കപ്പെട്ട നടി ഒന്നും പറയാതെ തന്നെ ദിലീപ് പീഡനവിധേയനായി മുദ്ര കുത്തിയപ്പോൾ വേടൻ സംസ്ഥാന സർക്കാരിന്റെ പ്രിയപ്പെട്ടവനായി മാറി. സംസ്ഥാനം പുരസ്കാരം നൽകി ആദരിച്ചു. മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ മാറി മാറി മത്സരിച്ചു. 3 പെൺകുട്ടികളെയാണ് വേടൻ ക്രൂര ലൈംഗിക വികാരത്തിന്റെ പേരിൽ പരാതി നൽകിയത്. പരാതി നൽകിയ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ പെൺകുട്ടി, മലതാളത്ത് ചോര വരുത്തി വികാരം കൊള്ളുന്ന വേടൻ എന്ന ആ പെൺകുട്ടി നൽകിയ മൊഴി, കഞ്ചാവ് ഉപയോഗത്തിന്റെ പേരിൽ 2 തവണ പോലീസ് കേസിൽപ്പെട്ട വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ലൈംഗിക ഭ്രാന്ത് തീർക്കാൻ ഉപയോഗിച്ച വേടൻ എന്ന വിവാഹത്തിന് പ്രിയപ്പെട്ടവനും നവ അയ്യങ്കാളിയും. അടുത്തത് രാഹുൽ. 100% രാഹുലിനെ തകർത്താൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമാണെന്ന് തന്നെ പറയാം. പക്ഷേ രാഹുൽ പൂർണ്ണമായും പൊതുബോധൻ എന്ന നിലയിൽ, ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്. പ്രണയം ഉണ്ടാകുന്നതും അതിൽ ലൈംഗിക വീഴ്ച സംഭവിക്കുന്നതും അതിൽ അബദ്ധം പറ്റി ഗർഭമുണ്ടാകുന്നതും മനസ്സിലാക്കാം. എന്നാൽ വിവാഹം കഴിക്കാം എന്ന പ്രതീക്ഷ നൽകി പെൺകുട്ടിയുടെ മനസ്സ് മാറ്റി ലൈംഗിക വീഴ്ചയിൽ ഉപയോഗിക്കുന്നത് ന്യായീകരിക്കാതെനിൽക്കുന്ന നാറികളും ഉണ്ടായേക്കാം. എന്നാൽ ഇവിടെ നീ എനിക്ക് വേണ്ടി ഗർഭിണിയാകൂ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ബോധപൂർവം ഗർഭിണിയാക്കിയ ശേഷം അവൾ അതിന്റെ പ്രശ്നം പറയുമ്പോൾ ക്രൂരമായ മനസ്സാക്ഷിയില്ലാത്ത മറുപടി പറയാനും, ആദ്യ മാസത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് നിസ്സാരവൽക്കരിക്കാനും, അമ്മയാകുന്ന നിമിഷം ഒരു പെൺകുട്ടിയുടെ മാനസിക സംഭവിക്കുന്ന വൈകാരിക മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ആ കുഞ്ഞിനെ കൊന്നുകളയാൻ ലളിതമായി ഭീഷണിപ്പെടുത്തുക, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് രാഹുലിന്റെ ഇന്ന് പുറത്തു വരുന്ന സംഭാഷണങ്ങൾ.